നമസ്കാരം. പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 13 വെള്ളിയാഴ്ചയാണ്. മലയാള മാസം കുംഭം 1. നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള, SITയുടെ പരിശോധന എന്നിവ സന്നിധാനത്ത് തുടരുകയാണ്. ഇപ്പോൾ ഷിജോ കുര്യൻ സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഷിജോ, SITയുടെ പരിശോധന ഇന്നലെ ആരംഭിച്ചതാണ്. 2 ദിവസം കൂടി പരിശോധനയുണ്ടാകും. ഈ സാമ്പിൾ ശേഖരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ദിൽന, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം പമ്പയിൽ എത്തിയതിന് പിന്നാലെ തന്നെ 2 മണിയോടുകൂടി കാൽനടയായിട്ട് അവർ സന്നിധാനത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. 2 മണിക്ക് സന്നിധാനത്തെത്തി ഏതാണ്ട് വിശ്രമത്തിനും ചെറിയൊരു അവലോകന യോഗത്തിനും ശേഷം വൈകിട്ട് 5 മണിയോടുകൂടി കുംഭമാസ പൂജകൾക്കായിട്ട് ശബരിമല നട തുറന്ന പിന്നാലെ തന്നെയാണ് SIT സംഘം ശ്രീകോവിലിന് സമീപത്തേക്ക് വന്നത്. ആദ്യം തന്നെ ശ്രീകോവിലിന് പിൻഭാഗത്തെ തൂണുകളിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ അളവെടുക്കുകയും പിന്നീട് അത് അവിടുന്ന് ഇളക്കി മാറ്റുകയുമാണ് ചെയ്തത്. അതിന് പിന്നാലെ ശ്രീകോവിലിന് സമീപത്തെ മുൻവശത്തെ തൂണുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, ശ്രീകോവിലിന്റെ വാതിൽപ്പാളികളിൽ നിന്നുള്ള സ്വർണം, അങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള സ്വർണം ഇന്നലെ പരമാവധി ശേഖരിക്കാൻ കഴിയുന്നിടത്തെല്ലാം SIT സംഘം സ്വർണ്ണപ്പാളികൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ശ്രീകോവിലിനകത്തെയും അതുപോലെ തന്നെ കട്ടിളപ്പാളികളുടെയും ഒക്കെ അവശേഷിക്കുന്ന സ്വർണ്ണപ്പാളികൾ കൂടി പരിശോധനയ്ക്കായിട്ട് SIT ശേഖരിക്കും. ഇന്നലെ സന്നിധാനത്തെത്തിയ SIT സംഘം 3 ദിവസം സന്നിധാനത്ത് തുടരും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. പക്ഷേ പരമാവധി വേഗം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ അവിടുന്ന് ഇളക്കി അത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഒട്ടും സമയം കളയാതെ തന്നെ സന്നിധാനത്ത് അവർ ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നട തുറന്നതിന് പിന്നാലെ തന്നെ വളരെ വേഗം സന്നിധാനത്ത് വന്ന് ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികൾ ഇളക്കുകയും ഒക്കെ ചെയ്തത്. ദ്വാരപാലക ശില്പത്തിൽ പൂശിയ സ്വർണ്ണപ്പാളികൾ പൂർണ്ണമായിട്ട് ഇളക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അതിൻ്റെ തുടർച്ചയെന്നോണം പരിശോധനയും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുകയും ചെയ്യും. നേരത്തെ, അതായത് ഇത് 3-ാം തവണയാണ് സന്നിധാനത്ത് SIT സംഘം വരുന്നത്. മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ ഒരു തവണ വന്ന് ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ നടത്തി ഇവിടുന്ന് മടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ കഴിഞ്ഞ മണ്ഡലകാലം അവസാനിക്കുന്ന ആ ദിവസം ഇവിടെ വന്ന് SP ശശിധരന്റെ നേതൃത്വത്തിൽ SIT ഒരു വിശദമായിട്ടുള്ള പരിശോധന നടത്തി മടങ്ങിയത്. പക്ഷേ അന്ന് ഇവിടുന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളികൾ VSCCയിലൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും SIT സന്നിധാനത്തേക്ക് വന്നത്. ഇവിടുന്ന് ശേഖരിക്കുന്ന സ്വർണ്ണപ്പാളികൾ മുംബൈ ആസ്ഥാനമായിട്ടുള്ള ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് സ്വർണ്ണപ്പാളികൾ വിധേയമാക്കും. അതിന് മുന്നോടിയായിട്ട് ഈ മണ്ഡലകാലം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് സന്നിധാനത്ത് നടക്കുന്നത്. ഈ ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സമഗ്രമായിട്ടുള്ള കുറ്റപത്രം ഒരുപക്ഷേ കോടതിയിലേക്ക് SIT സമർപ്പിക്കുക. നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം, കുറ്റപത്രം വൈകുന്നതുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു അന്തിമമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ ഏതൊക്കെ രീതിയിൽ അതിനകത്ത് എന്തൊക്കെ കൃത്രിമം നടത്തിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 30 കിലോയിലധികം, അതായത് 30 കിലോ 329 ഗ്രാം സ്വർണ്ണമാണ് സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിട്ട് പൂശിയിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെ രീതിയിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് എത്ര കിലോ കുറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഏത് രീതിയിലാണ് കുറവ് സംഭവിച്ചത്, അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തി അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ 2 ദിവസം നിലനിൽക്കുന്ന പരിശോധനയിലൂടെ SIT ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടി ഫലം വരുന്നതനുസരിച്ചായിരിക്കും കുറ്റപത്രത്തിലേക്ക് കടക്കുക. എന്തായാലും SITയുടെ പരിശോധന രാവിലെ ഏതാണ്ട് 7 മണിയോടുകൂടി അല്ലെങ്കിൽ 7:30 വീണ്ടും തുടങ്ങും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ പരിശോധന ഏതാണ്ട് 7 മണിയോടുകൂടി അവസാനിച്ചിരുന്നു. ഇന്ന് രാവിലെയും 7 മണിയോടുകൂടി അല്ലെങ്കിൽ 8 മണിയോടുകൂടി SIT സംഘം വീണ്ടും ശ്രീകോവിലിന് സമീപത്തേക്ക് വന്ന് സ്വർണ്ണപ്പാളികൾ അളവെടുത്ത് പരിശോധിക്കുന്ന രീതിയിലേക്ക് കടക്കും. എന്തായാലും ഈ SIT സംഘത്തിനൊപ്പം ലീഗൽ മെട്രോളജി വിഭാഗത്തിലെ ഗോൾഡ് അസിസ്റ്റ് ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥർ കൂടിയുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ സ്വർണ്ണപ്പാളികൾ അളവെടുക്കുന്നതും അവിടെ ഇളക്കി മാറ്റുന്നതും അത് പിന്നീട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും. അതിനുശേഷമായിരിക്കും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് കൊണ്ടുപോവുക. നേരത്തെ എടുത്ത സാമ്പിളുകൾ പരിശോധിച്ചത് VSCയിലായിരുന്നു. അതിൽ കൃത്യമായ ചില റിപ്പോർട്ടുകൾ ലഭിച്ചില്ല. അതേ തുടർന്നാണ് വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് SIT പോകുന്നത്. ഇതിന്റെ ഭാഗമായി സാമ്പിൾ ശേഖരിക്കുക കൂടിയാണ് SIT സന്നിധാനത്ത്. ഷിജോ കുര്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒപ്പം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു സർക്കാരും ബോർഡും ഈ വിഷയത്തിൽ. അതിൽ തലയൂരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാരും ബോർഡും. ചൊവ്വാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിർണായകമായ യോഗം ചേരുന്നുണ്ട്. മുഴുവൻ കണക്കുകളുമായി എത്താനാണ് കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രഖ്യാപിച്ച തുക ഉടൻ നൽകണമെന്ന് സ്പോൺസേഴ്സിനോടും ആവശ്യപ്പെടും.
മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മേഘന, ഗുഡ് മോർണിംഗ്. ഈ വലിയ വിവാദമായിരുന്നു കഴിഞ്ഞ 2 ദിവസം ഈ ഹൈക്കോടതിയിൽ കൊടുത്ത വിവരവും ഒപ്പം സർക്കാർ മന്ത്രി നിയമസഭയെ അറിയിച്ച കാര്യങ്ങളിലെല്ലാം ചില അവ്യക്തതകളും പൊരുത്തക്കേടുകളും എല്ലാം ഉണ്ട്. ഈ വലിയ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്നൊരു യോഗം. എന്താണ് ഇതിന്റെ മറ്റു വിവരങ്ങൾ? അതിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ തന്നെയാണ് പമ്പാതീരത്തെ ഈ ആഗോള അയ്യപ്പ സംഗമവും വലിയ വിവാദത്തിലും അതുപോലെ തന്നെ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ അതിഥികളെ സൽക്കരിക്കുന്നതിലും അതുപോലെ തന്നെ ടെൻഡർ സ്വീകരിച്ചതിലുമൊക്കെ വലിയ ക്രമക്കേടുണ്ട് എന്നുള്ളതാണ്. വരവ് ചെലവ് കണക്കുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളും വലിയ വ്യത്യാസങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. പിന്നീട് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും അതുപോലെ തന്നെ സർക്കാരിനോടും ഒരു വിശദീകരണം ചോദിക്കുകയും ചെയ്തു. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും സംഘടിപ്പിച്ച പരിപാടിയായതിനാൽ തന്നെ പഴിചാരാൻ മറ്റാരുമില്ല എന്നുള്ള കാര്യവും സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. അതിലാണിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ മാസം 17-ന് ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സഹസ്ഥാപനമാണ് ഈ കരാർ കമ്പനി എന്ന് പറയുന്നത്. കരാർ ഏറ്റെടുത്ത് നടത്തിയത് ആ സ്ഥാപനത്തിനോടും അതുപോലെ തന്നെ മറ്റ് ഈ ഓഡിറ്റ് നടത്തിയ കമ്പനിയോടുമാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിഷയത്തിൽ നിന്ന് തടിയൂരുക അല്ലെങ്കിൽ ഈ വിവാദം ഒന്ന് അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ്. അതിൽ ഈ മാസം 17-ന് യോഗം ചേരും. അതിൽ ഈ ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്കാണ് എത്രയും പെട്ടെന്ന് ഈ യോഗത്തിൽ ഹാജരാകാനും കണക്കുകൾ മുഴുവനും സമർപ്പിക്കാനുമുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ കണക്കുകൾ ഉപയോഗിച്ചാണ് ഈ ഓഡിറ്റ് നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഓഡിറ്റ് നടത്തിയ കമ്പനിയോടും സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ 4 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ ഈ സഹസ്ഥാപനമായിട്ടുള്ള ഈ കരാർ കമ്പനിക്ക് നൽകാനുള്ളത്. അതിലേതെങ്കിലും തരത്തിൽ തുക കുറയ്ക്കാൻ, അതായത് ബാർഗെയിനിങ്ങിനായിരിക്കും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോവുക. അത് സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുകയിൽ ഒരു കുറവ് വരുത്താനുള്ള ഒരു കാര്യം ഈ യോഗത്തിൽ ചർച്ചയാകും. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ പണം സ്പോൺസർമാരിൽ നിന്ന് ഈടാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോകുന്നത്. അതിൽ ഹൈക്കോടതിയിലടക്കം രൂക്ഷ വിമർശനവും അതുപോലെ തന്നെ നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വരവ് ചെലവ് കണക്കുകളും ഒക്കെ സമർപ്പിക്കാനുമുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 17-ാം തീയതി ഉടനടി ഒരു യോഗം ചേരുകയും അതിന് ഏതെങ്കിലും തരത്തിൽ ഈ വിവാദം അവസാനിപ്പിക്കാനും കൊടുത്തു തീർക്കാനുള്ള പണം കൊടുത്തു തീർക്കാനും ഏതെങ്കിലും തരത്തിൽ ഈ പണത്തിലൊരു കുറവ് വരികയാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത്. എന്തായാലും അതിൽ എന്ത് തീരുമാനമുണ്ടാകും, ഈ കരാർ കമ്പനി എന്ത് തീരുമാനമെടുക്കുമെന്നൊക്കെയാണ് കാണാനുള്ളത്. ഇല്ല. ശരി, മുഴുവൻ രേഖകളുമായി എത്താനാണ് കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് യോഗം. ഒപ്പം പ്രഖ്യാപിച്ച തുക ഉടൻ തന്നെ നൽകണമെന്ന് സ്പോൺസേഴ്സിനോടും ആവശ്യപ്പെടും. ഈ വലിയ വിവാദങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡും സർക്കാരും. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ 2 വാർത്തകൾ, സന്നിധാനത്തെ പരിശോധനയും ഒപ്പം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിനപ്പുറമുള്ള ഈ ദിവസത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രങ്ങളുമായി 24-ന്റെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി തന്നെ, ഒപ്പം കൊച്ചിയിൽ നിന്ന് ആൻമരിയ സന്നിയും, ഒപ്പം കോഴിക്കോട് നിന്ന് അജയ് കുഞ്ഞുമോനും, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട്. ആദ്യം നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. ആൻമരിയ സന്നി റെഡിയാണ്. ആൻമരി, ഇന്ന് അവിടെ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഇവിടെ പരിഗണിക്കുന്നുണ്ട് ഹൈക്കോടതി. അതിലൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം LDF-ന്റെ മധ്യമേഖല ജാഥ അത് കൊച്ചിയിൽ പര്യടനം തുടരുകയാണ്. എന്തൊക്കെയാണ് മധ്യകേരളത്തിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു വാർത്തകൾ? ദിൽന, വെരി ഗുഡ് മോർണിംഗ്. ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് മധ്യകേരളത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹൈക്കോടതിയിൽ ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയുകയാണ്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് കേസിൽ വിധി പറയുന്നത്. കേസിൽ 12-ാം പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി. ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികൾ അത് വേർതിരിക്കുന്നത് പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഈ സുപ്രധാനമായിട്ടുള്ള പങ്ക് ഇതിനകത്ത് പങ്കജ് ഭണ്ഡാരിക്ക് ഉണ്ട് എന്നും SIT കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പങ്കജ് ഭണ്ഡാരി SIT അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ SITയുടെ അറസ്റ്റ് അത് നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്നും അല്ലെങ്കിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അറസ്റ്റ് നടത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. SITയുടെ മുന്നോട്ടുള്ള പോക്കുകളും നിയമവിരുദ്ധമാണ്. അവരുടെ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള
കാരണങ്ങളൊന്നും പറയാതെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാരണങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. അത് എന്ന കാരണങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ബദറുദ്ദീന്റെ ബെഞ്ച് SITയുടെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ കേസ് പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ SIT നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഹൈക്കോടതി എന്നായാലും ഇന്ന് ഈ കേസിൽ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. മറ്റൊന്ന് LDFന്റെ ജോസ് കെ മാണി MP നയിക്കുന്ന വികസന മുന്നേറ്റം മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ അത് എറണാകുളം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പൈങ്ങോട്ടൂര് ജാഥയ്ക്ക് സ്വീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വിവിധ മേഖലകളിലൂടെ ജാഥ കടന്നുപോയി. ഇന്ന് പെരുമ്പാവൂരാണ് ജാഥ ഇന്ന് ആരംഭിക്കുന്നത്. അതിനുശേഷം പെരുമ്പാവൂർ രാവിലെ ഏകദേശം ഒരു 9:30 കൂടി വാർത്താ സമ്മേളനം അതോടൊപ്പം തന്നെ പൗരപ്രമുഖരുമായിട്ടുള്ള സംവാദവും ഉണ്ടാകും. അതിനുശേഷം വിവിധ ഇടങ്ങളിലൂടെ അത് പറവൂർ, അങ്കമാലി, വൈപ്പിൻ തുടങ്ങിയ മേഖലകളിലൂടെയെല്ലാം ജാഥ കടന്നു പോകും. വൈപ്പിനിലാണ് ഇന്ന് ജാഥ അവസാനിക്കുന്നത്. പിന്നീട് നാളെ വൈപ്പിനിൽ തന്നെ ജാഥ ആരംഭിക്കും. കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് ജാഥ അവസാനിക്കുന്നത്. 3 ദിവസമാണ് ജില്ലയിൽ ജാഥയ്ക്ക് പര്യടനം പറഞ്ഞിരിക്കുന്നത്. അത് 3ാമത്തെ ദിവസമാണ് നാളെ എന്ന് പറയുന്നത്. അതായത് ഫെബ്രുവരി 14-ാം തീയതി കലൂർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ജാഥ അവസാനിക്കുകയും ചെയ്യും. ഈ 2 പ്രധാനപ്പെട്ട വാർത്തകളാണ് മധ്യകേരളത്തെ സംബന്ധിച്ച് ഇന്ന് നിലനിൽക്കുന്നത്. ഇതെല്ലാം ശരി. ആൻ മരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ കൂടി ചേരുന്നു. ഗുഡ് മോർണിംഗ് അജി. പൊതുയുഗ യാത്ര VD സതീശൻ നയിക്കുന്നത് അത് ഇന്ന് മലപ്പുറം ജില്ലയിലുണ്ടൊപ്പം MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല യാത്ര കൂടി LDFന്റെ യാത്ര കൂടി മലപ്പുറം ജില്ലയിലുണ്ട്. വലിയ തിരഞ്ഞെടുപ്പിന്റെ ആവേശം അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലുണ്ടാകുമല്ലോ. ഇവരുടെ വാർത്താ സമ്മേളനമെല്ലാം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് വടക്കൻ കേരളത്തിൽ ഇന്നത്തെ വാർത്താവിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് ദിൽന. വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദിൽന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ പര്യടനം അവസാനിച്ചിരുന്നു. ഇന്ന് രാവിലെ ഒരു പക്ഷേ സതീശൻ കോഴിക്കോട് തന്നെ മാധ്യമങ്ങളെ കാണും. രാവിലെ മലപ്പുറം ജില്ലയിലേക്ക് യാത്ര പ്രവേശിക്കും. തിരൂരങ്ങാടിയിലാണ് ഈ യാത്രയുടെ തുടക്കം എന്ന് പറഞ്ഞത്. ഇന്നലെയൊക്കെ തന്നെയും പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ഭരണപക്ഷത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചതായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ നടത്തിയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് INTUCയുടെ പ്രാതിനിധ്യം കുറവാണ് എന്ന തലത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. CPMന്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏത് തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇന്ന് നൽകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് UDF കടക്കുകയാണ്. അതായത് സ്ഥാനാർത്ഥി നിർണയമടക്കം ഒരുപക്ഷെ ഈ മാസം തന്നെ ഉണ്ടാകും. അതിൻ്റെ അന്തിമഘട്ടത്തിലേക്കാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും ഇന്നലെയും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ MV ഗോവിന്ദൻ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന യാത്രയും ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാവിലെ തിരൂർ, താനൂർ മേഖലകളിലാണ് MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥയുടെ പര്യടനം തുടരുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത മലബാർ മേഖലയിൽ നിന്നുമുള്ളത്. യെസ്, അജയ് കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് ഒരിക്കൽ കൂടി മേഖലയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മറ്റു വിശേഷങ്ങൾ കൂടിയുണ്ട്. കേരള സർവകലാശാല VC ഒപ്പം സർവകലാശാല യൂണിയനും VCയും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അതോടൊപ്പം ഏറ്റവും സന്തോഷകരമായ വാർത്ത, പാഠപുസ്തകങ്ങൾ യൂണിഫോമുകളും വിദ്യാർത്ഥികളിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തുന്നതാണ്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നുണ്ട്. മേഘന, അത് സംബന്ധിച്ചുകൂടി എന്താണ് നമുക്ക് നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? അതിൽ പ്രധാനപ്പെട്ടത് ഈ VCയും SFIയും SFI നയിക്കുന്ന യൂണിയനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അതിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് SFI യൂണിയൻ അനുകൂലമായി വിധി വരുന്നു. അതിൽ ഈ ഫെബ്രുവരി 26-നാണ് യൂണിയൻ കാലാവധി കഴിയുക. അതുവരെ യൂണിയന് തുടരാം, അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്താമെന്നുള്ളതാണ് കോടതിയുടെ വിധി. അത് VCക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തതാണ്. ഇനി SFIയുടെ മുന്നിലുള്ള കടമ്പ, യൂണിയന് മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ കലോത്സവം നടത്തുക, അതുപോലെ തന്നെ നാടകോത്സവവും കായികോത്സവവും നടത്തുക എന്നുള്ളതാണ്. അതിൽ ഇതുവരെ കലോത്സവത്തിനായുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല. ഫണ്ട് അനുവദിക്കണമെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരേണ്ടതുണ്ട്. VC ഇനിയൊരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയാനുള്ളത്. അതുപോലെ തന്നെ VCയുടെ നിലപാടെന്ന് പറയുന്നത് ഒരു യൂണിയൻ 2 കലോത്സവം നടത്തേണ്ടത് ആവശ്യമില്ല, അതുപോലെ തന്നെ ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിയമപോരാട്ടത്തിന് പോകുന്നു യൂണിയൻ. പിന്നീടാണ് ഒരു അനുകൂല വിധി നേടുകയും ചെയ്തത്. എന്തായാലും അതിൽ ഇനി എന്തുണ്ടാകും, അതിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ യൂണിയൻ എങ്ങനെയാണ് ഒരു കലോത്സവം നടത്തുക എന്നുള്ള കാര്യമാണ് നോക്കിക്കാണുന്നത്. അതിൽ ഇനി VC ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്കോ അല്ലെങ്കിൽ ഈ വിധിയിന്മേലൊരു ഹർജിയിലേക്കോ പോകുമോ എന്നുള്ള കാര്യം കൂടി
നോക്കിക്കാണുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ദിൽന സൂചിപ്പിച്ചതുപോലെ തന്നെ പാഠപുസ്തക വിതരണം. അതിൽ നമ്മൾ ഫെബ്രുവരി 2ാം വാരമാകുന്നതേ ഉള്ളൂ. കണ്ടറിയാത്ത അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഈ സമയത്ത് തന്നെ പാഠപുസ്തകങ്ങളുടെയും അതുപോലെ തന്നെ യൂണിഫോമുകളുടെയും ഒക്കെ ഒരു ഉദ്ഘാടനം നടക്കുക എന്നുള്ളത്. ഇന്ന് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം നടത്തുക. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. അതിൽ നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സൗജന്യ പാഠപുസ്തക യൂണിഫോം വിതരണം ഇത്ര വേഗം നടത്തുന്നത് എന്നുള്ളതാണ്. 1 മുതൽ 10 വരെയുള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ പാഠപുസ്തകവും യൂണിഫോമും ലഭിക്കുക. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുക. മെയ് അവസാനത്തോടു കൂടി തന്നെ ഇതിന്റെ ഒരു വിതരണം പൂർത്തിയാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിപാടികളും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് കൂടുതൽ വാർത്തകളൊന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി മേഘന, അങ്ങനെ കുട്ടികളിലേക്ക് വേഗത്തിൽ തന്നെ പാഠപുസ്തകങ്ങൾ എത്തട്ടെ, യൂണിഫോമുകൾ എത്തട്ടെ, അവർ പഠിച്ച് മിടുക്കരായി വളരട്ടെ. ഇനി നമ്മൾ രാജ്യ തലസ്ഥാനത്തേക്ക് പോവുകയാണ്. ബൽറാം നെടുങ്ങാട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ദേശീയ വാർത്തകൾക്ക് മുൻപ് ആദ്യം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ്, സർക്കാർ രൂപീകരണത്തെക്കുറിച്ചാണ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി ആകും. പൊതു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, അതിന്റെ ഡാറ്റകൾ, ഡീറ്റെയിൽസ് എന്താണ്? വെരി ഗുഡ് മോർണിംഗ് ദിൽന. ഇന്ന് ഒട്ടേറെ വാർത്തകൾ ദേശീയ തലസ്ഥാനത്തു നിന്നും വരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദിൽന സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ അയൽ രാജ്യം ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ബംഗ്ലാദേശിൽ നടന്ന തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP വലിയ ഭൂരിപക്ഷം തന്നെ നേടിയിരിക്കുകയാണ്. 300 സീറ്റുകളിൽ 185 സീറ്റുകളാണ് BNP നേടിയിരിക്കുന്നത്. BNPയുടെ ചെയർമാൻ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. അദ്ദേഹം മത്സരിച്ച 2 സീറ്റുകളിലും ഉജ്ജ്വല ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മുഖ്യ എതിരാളിയായ ജമാഅത്ത് ഇസ്ലാമി സഖ്യം 68 സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രിക്ക് 2 ടേം നിശ്ചയിച്ച കൊണ്ടുള്ള ജൂലൈ ചാർട്ടർ, അതിൻ്റെ ഹിതപരിശോധനയിൽ 72% ജനങ്ങളും അതിനെ പിന്തുണച്ചിരിക്കുന്നു എന്നുള്ളതും ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്തായാലും ഇതോടുകൂടി ഇടക്കാല സർക്കാരിൻ്റെ ഭരണം പൂർത്തിയാവുകയാണ്. ഉടൻ തന്നെ ഈ പുതിയ സർക്കാർ അധികാരത്തിലേക്കും അതിൻ്റെ സമയക്രമം, സത്യപ്രതിജ്ഞാ സമയം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും എന്നാണ്, പ്രഖ്യാപനമുണ്ടാകും ഇത് സംബന്ധിച്ച് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ദിൽന. ഇതോടൊപ്പം തന്നെ രാജ്യ തലസ്ഥാനത്തു നിന്ന് നമ്മുടെ ബജറ്റ് സമ്മേളനത്തിൻ്റെ 1ാം പാദം ഇന്ന് സമാപിക്കുകയാണ്. കഴിഞ്ഞ ഈ ഒരു ബജറ്റ് സമ്മേളനത്തിൻ്റെ 1ാം പാദത്തിൽ ഭൂരിഭാഗം സമയവും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭ ഇന്നും വിവിധ വിഷയങ്ങൾ, US-ഉമായുള്ള വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടരും. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് എതിരായ ഒരു നീക്കം BJP അംഗം നിഷികാന്ത് ദുബെയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കണം, അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നത് വിലക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനുള്ള പ്രതിപക്ഷത്തിൻ്റെ, കോൺഗ്രസിൻ്റെ മറുപടി ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് എന്തായാലും 2 സഭകളിലും സമ്മേളനം പൂർത്തിയാക്കി 2 സഭകളും ഇന്ന് പിരിയും. ഒരു സ്വകാര്യ പ്രമേയങ്ങളാണ് ഇന്ന് ഇരു സഭകളിലും ഉച്ചയ്ക്ക് ശേഷം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രചരണത്തിനായും പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുമുള്ള സമിതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. അതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് മുതിർന്ന നേതാക്കളെയും ഒപ്പം തന്നെ യുവ നേതാക്കൾക്കും ഒരുപോലെ അവസരം നൽകുന്നതാണ് ഈ 2 സമിതികളും എന്നുള്ളതും ശ്രദ്ധേയമാണ്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ അധ്യക്ഷനായാണ് പ്രചരണ സമിതി. അതിൽ ശശി തരൂർ MP-യെയാണ് ഉപാധ്യക്ഷനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് SIR ഹിയറിംഗ് നടപടികൾ നാളെ പൂർത്തിയാകും. ഇതുവരെ 101 നിയമസഭാ മണ്ഡലങ്ങളിൽ ഹിയറിംഗ് പൂർത്തിയായതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ 100% ഹിയറിംഗ് പൂർത്തിയായി. കമ്മീഷൻ അവസാനം പുറത്തുവിട്ട കണക്ക് പ്രകാരം 36,89,057 പേർ ഹിയറിംഗ് നടപടിക്രമങ്ങളിലൂടെ ഭാഗമായിട്ടുണ്ട്. കരട് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ഹിയറിംഗിലൂടെ 28,158 പേർ പുറത്തുപോയി. 3,522 മരിച്ചവരെയും വിദേശ പൗരത്വം സ്വീകരിച്ച 1,361 പേരെയും താമസം മാറിയ 23,275 പേരെയുമാണ് കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. നാളെയോടെ മുഴുവൻ ഹിയറിംഗും പൂർത്തിയാക്കുമെന്ന് കമ്മീഷൻ അറിയിക്കുന്നു.
21-ന് SAR അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. SAR അന്തിമ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക. തമിഴക വെற்றிക്കഴകത്തിന്റെ പൊതുയോഗം ഇന്ന് സേലത്ത് നടക്കും. സീല നായ്ക്കൻപട്ടിയിലെ KPV ഗാർഡനിലാണ് പൊതുയോഗം നടക്കുക. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെയാണ് അനുമതി. കർശന ഉപാധികളോടെയാണ് പോലീസ് പൊതുയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ളത്. 5000 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും QR കോഡ് വഴി സ്കാൻ ചെയ്ത് മാത്രമേ പ്രവർത്തകരെ പ്രവേശിപ്പിക്കാവൂ എന്നുമാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഗതാഗത തടസ്സം ഉണ്ടാകരുത്, ഗർഭിണികൾ, പ്രായമായവർ, കുട്ടികൾ എന്നിവരെ പ്രവേശിപ്പിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി 51 CCTV ക്യാമറകൾ യോഗസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട 5000 ഭാരവാഹികൾ മാത്രമാണ് യോഗത്തിന് എത്തുക. സംസ്ഥാനത്ത് സർക്കാർ ജോലികൾക്ക് PSC നിയമന നിരോധനം ഏർപ്പെടുത്തുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് എന്ന് പ്രതിഷേധിക്കും. അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിൽ 1-ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് PSC ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാവി നശിപ്പിക്കാൻ കാരണം എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടപ്പിലാക്കി എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ 1-ാം റാങ്കുകാർ പോലും തെരുവിലാണ് എന്നാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാർച്ച് രാവിലെ 11 മണിക്കാണ് ആരംഭിക്കുക. സമാനമായ രീതിയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കായി അറിവിന്റെ പുത്തൻ സാധ്യതകൾ തുറന്ന് കുസാറ്റ് നോളജ് ഫെസ്റ്റിവൽ. സർവകലാശാലയിലെ കോഴ്സുകൾ, ജോലി സാധ്യത, ആധുനിക സജ്ജീകരണങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്ന പരിപാടിയിലേക്ക് നിരവധി വിദ്യാർത്ഥികളാണ് എത്തുന്നത്. അല്ല സിസ്റ്ററെ, ഈ കുസാറ്റിൽ എന്തോ നോളജോ ഫെസ്റ്റിവലോ എന്തോ വലിയ പരിപാടി വരുന്നു കേട്ടല്ലോ. അതറിഞ്ഞില്ലേ? കുസാറ്റിലെ നോളജ് ഫെസ്റ്റിവൽ നടക്കുന്നു. മോളി ഈ വർഷം +2 കഴിയും. കുസാറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അവിടെ ചെന്ന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുമോ അണ്ണ? പിന്നല്ലാതെ. അപ്പോൾ നമ്മളെ പിള്ളേരുമായിട്ട് വന്ന ഭാവിയിൽ അവർക്ക് ഇവിടെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടുമല്ലേ? കുസാറ്റ് VC അടക്കം ഒരു കൂട്ടം അധ്യാപകർ അഭിനയിച്ച പ്രചാരണ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. കുസാറ്റിലെ കോഴ്സുകളെക്കുറിച്ചും ഗവേഷണങ്ങളെക്കുറിച്ചുമൊക്കെ പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ക്യാമറയ്ക്ക് മുൻപിലെത്തിയത്. എന്നാൽ ഈ കേൾക്കുന്നതിനേക്കാൾ വലിയ സജ്ജീകരണങ്ങളും പ്രദർശനങ്ങളുമാണ് നോളജ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിരിക്കുന്നത്. ഓരോ കോഴ്സുകളുടെയും പാഠ്യപദ്ധതി, തുടർ പഠനം, ജോലി സാധ്യത എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആധികാരികമായി പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കാം. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും പ്രഗത്ഭരുടെ പ്രഭാഷണങ്ങളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നടക്കുന്ന ഗവേഷണങ്ങൾ, കോഴ്സുകൾ, അത്തരം കാര്യങ്ങൾ +2 കഴിയുന്ന കുട്ടികൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ഇവിടെ വന്നുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സുകളും സൗകര്യങ്ങളും മനസ്സിലാക്കി അവരുടെ ഭാവിയിൽ സയൻസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അവരുടെ ഭാവി ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ സയൻസ് ഫെസ്റ്റിവൽ നടത്തുന്നത്. AI സാങ്കേതിക വിദ്യകൾ, മറ്റ് ആധുനിക സജ്ജീകരണങ്ങൾ, ഗവേഷണങ്ങൾ എന്നിവ വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. നിരവധി വിദ്യാർത്ഥികളാണ് പ്രദർശനം കാണാൻ ക്യാമ്പസിലേക്ക് എത്തുന്നത്. 24 കൊച്ചി. ഇനി കായിക വാർത്തകൾ. T20 ലോകകപ്പിൽ 2ാം ജയം ലക്ഷ്യമിട്ട് ഓസ്ട്രേലിയ ഇന്നിറങ്ങും. രാവിലെ 11 നടക്കുന്ന മത്സരത്തിൽ സിംബാബ്വെയാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ 67 റൺസിന് തോൽപ്പിച്ചായിരുന്നു ഓസീസിന്റെ തുടക്കം. ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന മത്സരത്തിൽ കാനഡ UAEയെയും രാത്രി 7 USA നെതർലൻഡ്സിനെയും നേരിടും. ഹരിതഗൃഹവാതകങ്ങളുടെ എമിഷൻ നിയന്ത്രിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ വിധി റദ്ദാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹരിതഗൃഹവാതകങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഹാനികരമാണെന്ന വിധിയാണ് റദ്ദാക്കുക. ബറാക് ഒബാമയുടെ ആദ്യ ടേമിലാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിനുമടക്കമുള്ള 6 വാതകങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഏജൻസി ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചത്. മോട്ടോർ വാഹനങ്ങൾക്ക് പുറമെ വൈദ്യുത പ്ലാന്റുകൾക്കും എണ്ണ വാതക മേഖലയ്ക്കും വ്യോമയാനത്തിനും ഉള്ള എമിഷൻ നിയന്ത്രണങ്ങളാണ് ഇതോടെ ഇല്ലാതാകുന്നത്. നിയമം റദ്ദാക്കിയതിലൂടെ $1 ട്രില്യൺ അധികം ലാഭിക്കും എന്നാണ്. വൈദ്യുതിയുടെയും ഗതാഗതത്തിന്റെയും ചെലവ് കുറയ്ക്കും എന്നും ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നു. ഒരു വാഹനത്തിന്റെ നിർമ്മാണ ചെലവിൽ $2,400 ഇതിലൂടെ ലാഭിക്കാനാകുമെന്നാണ് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്.
ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുന്നു.